നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ഓണസദ്യ മുതൽ ഓണക്കോടി വരെ ഓൺലൈനിൽ ലഭിക്കുന്ന ഈ കാലത്ത് മലയാളിയുടെ പരമ്പരാഗത ഓണസങ്കല്പങ്ങളിലും മാറ്റം വന്നു. ഏതാണ്ട് 7,000 കോടി രൂപയുടെ കച്ചവടമാണ് ഓണക്കാലത്ത് കേരളം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഓൺലൈൻ വ്യാപാരം സജീവമായതോടെ കടകളിലെയും സൂപ്പർ മാർക്കറ്റുകളിലെയും കച്ചവടം കുറഞ്ഞു. ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഓൺലൈനിലാണോ ഓണം? ഇന്നത്തെ ചർച്ചയിൽ എന്നോടൊപ്പം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി അജ്മൽ ചക്കുങ്കൽ, ഓൺലൈൻ സംരംഭകൻ ഗോപകുമാർ TP, ഭാരത് മാതാ കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം അധ്യാപകൻ ഡോക്ടർ നിതിൻ തോമസ് എന്നിവർ. ആദ്യം ശ്രീ ഗോപകുമാർ, ഓണത്തിന് ഇത്തവണ ഓൺലൈൻ വ്യാപാരം സജീവമാകാനുള്ള സാധ്യതകൾ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഹോട്ടലുകളും വസ്ത്രശാലകളും പോലുള്ള പരമ്പരാഗത ബിസിനസ്സുകൾ അവരുടെ ഓണം വിൽപ്പനയും സേവനങ്ങളും ഓൺലൈനിലേക്ക് മാറ്റുന്നതിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഓൺലൈൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന എന്ത് ബിസിനസ്സുകൾ നമുക്ക് ഓൺലൈൻ ബിസിനസ്സുകൾ എന്ന് പറയാം. അത് ഹൈപ്പർ ലോക്കലായിട്ട് ഇപ്പം ഫുഡ് ഡെലിവറി അടക്കം അതൊരു ഓൺലൈൻ ബിസിനസ് തന്നെയാണ്. അപ്പം ഇതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് പുതിയതായിട്ടുള്ള എസ്പെഷ്യലി ഇപ്പം ലോക്കലി ആൾക്കാർ ഇപ്പം ഓഫ്ലൈൻ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ ഓൺലൈനിലേക്ക് കയറി വരികയാണെന്നുണ്ടെങ്കിൽ കച്ചവടം കൂടുതൽ കിട്ടാനുള്ള സാധ്യതയാണ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഓഫ്ലൈൻ വ്യാപാരികൾ കൂടുതലായിട്ട് ചെയ്യുന്നത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വഴിയൊക്കെ ഒരുപാട് ബിസിനസ്സുകൾ അവരുടെ പ്രൊഡക്റ്റുകളും സർവീസുകളും ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ലൊക്കാലിറ്റിനെക്കാട്ടും ബിയോണ്ട് ആയിട്ടുള്ള ഇതിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു നല്ലൊരു ഒരു സൈനാണ്. കാരണം എല്ലാ ആൾക്കാരും ആ ഒരു സെഗ്മെന്റിലേക്ക് മാറുക. കാരണം നമ്മുടെ ആൾക്കാർ മാറുന്നതനുസരിച്ചിട്ട് വ്യാപാരികളും മാറുന്നതായിട്ടാണ് എനിക്ക് വളരെയധികം ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ തരത്തിലുള്ള കച്ചവടമാണ് ഓൺലൈനിൽ നടക്കുക? സാധാരണഗതിയിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? ഓക്കെ, ഞാനൊരു ഓൺലൈൻ സെല്ലറാണ്. ഇപ്പൊ ഞാൻ ബേസിക്കലി ഇപ്പം ഓൺലൈൻ എന്ന് പല കാറ്റഗറിയിൽ നമുക്ക് തിരിക്കാം. ഇപ്പം ഇൻസ്റ്റാഗ്രാം വഴി സെല്ല് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ഓഫ്ലൈൻ പ്രൊഡക്റ്റുകൾ എടുത്തിട്ട് ഓൺലൈൻ വിപണികളിൽ മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള സെഗ്മെന്റിൽ മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും. ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കാൻ സാധ്യതയുള്ള ഓൺലൈൻ വഴി സാധ്യതയുള്ളത് ഇതൊരു ഓണം എന്നുള്ളത് നമ്മുടെ ഒരു ആഘോഷമാണ്. അപ്പൊ ആഘോഷം റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, സർവീസുകൾ, അങ്ങനെയുള്ള സെഗ്മെന്റ്സുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുക. അപ്പൊ അതില് ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള കാറ്റഗറി വരുന്നത് ഡ്രസ് ബേസ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി സബ് കാറ്റഗറീസും കാര്യങ്ങളും വരുന്നത്. ഇനി അത് കൂടാതെ ഈ ഓഫ്ലൈൻ വ്യാപാരത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസിന്റെ. ഇലക്ട്രോണിക്സ്, ഈ TV, ഫ്രിഡ്ജ്, ഗാഡ്ജറ്റ്സ്, അങ്ങനത്തെ സെഗ്മെന്റ്സ് നടക്കാറുണ്ട്. അതിപ്പോ ഓൾറെഡി ഒരു ഏറ്റവും അതിന്റെ ഒരു പീക്ക് ലെവലിലാണ് നിൽക്കുന്നത്. പുതിയ വ്യാപാരികളെ സംബന്ധിച്ചിട്ട് ഇത്തരത്തിലുള്ള മൈക്രോ നീഷ് എന്ന് പറയുന്ന സെഗ്മെന്റിലാണ് ഇത്തവണ കൂടുതൽ നടക്കാൻ സാധ്യതയുള്ളത്. ഓണം മാത്രം ഫോക്കസ് ചെയ്യണം. കേരളത്തെ സംബന്ധിച്ച് ഓണവിപണി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഓൺലൈൻ വ്യാപാരം നിലവിലുള്ള പരമ്പരാഗത വ്യാപാരത്തിന് ഒരു ഭീഷണിയാണോ? ഒരിക്കലുമല്ല. ഇപ്പൊ ഓണത്തിന് ഇപ്പൊ ഞാനൊരു സെല്ലറാണെന്ന് പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ സാരി, പട്ട് സാരി, അതേപോലെ തന്നെ കസവ് സാരി, കുട്ടികളുടെ ഡ്രസ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ എല്ലാ കസ്റ്റമേഴ്സും, എനിക്കിപ്പം ഓർഡേഴ്സ് വരുന്ന കസ്റ്റമർ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ, എല്ലാം നോർത്ത് ഇന്ത്യന്നാണ്. എന്നെ സംബന്ധിച്ചിട്ട് ലൈക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓണത്തിന് ഓഫ്ലൈൻ സെയിൽ ചെയ്യുന്നത് കൂടാതെ തന്നെ എന്റെ ബിസിനസിനെ അടുത്ത ലെവലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൺലൈൻ വിപണിനെ നോക്കുന്നത്. റൈറ്റ്. അപ്പം ഈ ഒരു രീതിയിൽ സാറ് ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ഒന്നും കൂടെ റീക്ലാരിഫൈ ചെയ്യാം. സാർ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാമോ? അതായത് ഓൺലൈൻ വ്യാപാരം നിലവിലുള്ള പരമ്പരാഗത വ്യാപാരത്തിനൊരു ഭീഷണിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പം ഇത് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഭീഷണിയല്ല. പക്ഷേ ഓൺലൈൻ വ്യാപാരത്തിനെ കുറിച്ചിട്ട്
ലൈക്ക് ആ ഒരു സെഗ്മെന്റിലേക്ക് വരാൻ പറ്റാത്ത കുടുങ്ങിക്കിടക്കുന്ന മേഖലകൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ബിസിനസ് ഓണേഴ്സിന് അത് ഫ്രണ്ട്ലി ഒരു ഭീഷണിയാണ്. ശരി, താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ നിതിൻ തോമസ്, ഓണം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഒരു മാറ്റം പ്രാദേശിക സമ്പദ് വ്യവസ്ഥകളെ, പ്രത്യേകിച്ച് ശക്തമായ ഡിജിറ്റൽ സാന്നിധ്യം ഇല്ലാത്ത ചെറുകിട കച്ചവടക്കാരെയും അതുപോലെ തന്നെ ഈ കരകൗശല വിദഗ്ധരെയും മറ്റും എങ്ങനെ ബാധിക്കും? ഓണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളിലെ ഉള്ളിടത്ത് എല്ലായിടത്തും ഒരു വലിയ ഉത്സവമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കേരളത്തിൽ മാത്രമല്ല, ഇപ്പൊ മലയാളികൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഓണം ഇങ്ങനെ ആഘോഷമാണ്. അപ്പോ ഈ ആഘോഷങ്ങൾക്ക് മാറ്റുവരാനായിട്ട് ഓണക്കോടിയും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നമ്മൾ വാങ്ങാനായിട്ട് കരുതി വെക്കുന്ന സമയമാണ് ഓണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ബിസിനസ് നടക്കുന്ന ഒരു സമയമായിട്ട് ഓണം മാറുന്നത്. എന്നാൽ ഓൺലൈൻ ഓണം എന്ന് പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനസംഖ്യയിൽ വന്നൊരു മാറ്റമാണ് ഈ ഓൺലൈൻ ഓണം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ കണക്കെടുത്താൽ ഏതാണ്ട് 37 കോടി ജനങ്ങൾ ജെൻ സി എന്ന വിഭാഗത്തിൽ പെടുന്നവരാണ്. അതിൽ തന്നെ 80 ലക്ഷത്തോളം യുവതി യുവാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവരെല്ലാവരും തന്നെ ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. അതായത് അവർക്കൊരു കാര്യം വാങ്ങണമെങ്കിൽ അവർ ആദ്യം തന്നെ സെർച്ച് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലോ അതല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെയാണ്. നമ്മൾ പണ്ടുള്ളവരെ പോലെ പത്രങ്ങളിൽ നിന്നോ മറ്റ് ടിവികളിൽ നിന്നോ കാണുന്ന പരസ്യങ്ങളിൽ നിന്നല്ല ഈ ആളുകൾ എല്ലാവരും ഷോപ്പിങ്ങിന്റെ ഡിസിഷൻസ് എടുക്കുന്നത്. അവര് ഓൺലൈനിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ഓൺലൈനിലുള്ള സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു നേറ്റീവ് ആൾക്കാരായി വന്നിരിക്കുന്നവർക്ക് എന്ത് കാര്യത്തിനും സ്മാർട്ട് ഫോണിലേക്ക് പോകുക എന്നുള്ളതാണ്. അത് പരമ്പരാഗത ആളുകളെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മുടെ സഹ പാനലിസ്റ്റ് പറഞ്ഞതുപോലെ നമ്മൾ ഇതൊരു ഓടുന്ന കുതിരയാണ്. ഈ കുതിരയെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റില്ല. ഓൺലൈൻ എന്ന് പറയുന്നത് അത്രയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു. ആ കുതിരപ്പുറത്തെങ്കിലും കയറാൻ ശ്രമിക്കാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കാം. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ വളരെ പരമ്പരാഗതമായ കരകൗശല ആളുകൾക്കൊക്കെ പോലും അവർക്ക് സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാനും അതിനൊക്കെ ആളുകൾ വാല്യൂ കൊടുക്കുന്നതായിട്ടാണ് പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ടുള്ള ട്രഡീഷണൽ അഡ്വർടൈസിങ്ങിന്റെ കാലമൊക്കെ കഴിഞ്ഞു. അതായത് ഒരു സിനിമാ നടനോ സിനിമാ നടിയോ ഒരു പഴയ രീതിയിൽ ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള അഡ്വർടൈസിങ് അല്ല ഇന്നത്തെ തലമുറയെ സ്വാധീനിക്കുന്നത്. അവരെ സ്വാധീനിക്കുന്നത് വളരെ റിയൽ ആയിട്ടുള്ള അവർക്ക് വളരെ താല്പര്യമുള്ള ആളുകളുടെ അഡ്വർടൈസിങ്ങുകളാണ്. ഇപ്പോൾ തന്നെ ഈ അടുത്ത കാലത്ത് ഹിറ്റായിട്ടുള്ള നമ്മുടെ മോഹൻലാലിന്റെ ഒരു പരസ്യ ചിത്രം തന്നെ അതൊരു ബിഹൈൻഡ് ദ സീൻ എന്നുള്ള രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത്തരം കാര്യങ്ങളിലേക്ക് റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെയാണ് ഈ ജെൻസി വിഭാഗത്തിലെ ആളുകൾ നോക്കിക്കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൺലൈനിലേക്ക് മാറാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അത്രയും വലിയൊരു വിഭാഗം അവിടെയുണ്ട്. അവരെ പരിഗണിക്കാതെ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ നടപ്പുള്ള കാര്യമല്ല. പിന്നെ വേറൊരു കാര്യമുള്ളത് ജെൻസി മാത്രമൊന്നുമല്ല, കോവിഡോടുകൂടി കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ഓൺലൈനിലെത്തി. നമ്മൾ എല്ലാവരും തന്നെ ഓൺലൈൻ സ്മാർട്ട് ഫോൺ ഉപയോഗമൊക്കെ തുടങ്ങി. വളരെ കാര്യമായ ഓൺലൈൻ സാന്നിധ്യം ഏത് ജനവിഭാഗത്തിനും ഏത് പ്രായ ഭേദമന്യേ എല്ലാവർക്കും ഉള്ള ഒരു നാടാണ് കേരളം. അതുകൊണ്ട് തന്നെ ഓൺലൈൻ സാധ്യതകളെ മറികടന്നുകൊണ്ട് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് അല്ല ഒരു ഓണം ഷോപ്പിംഗ് ഇന്ന് മലയാളിക്ക് പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതില് ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുണ്ട്. അത് നമുക്ക് വഴിയെ സംസാരിക്കാം. ശ്രീ അജ്മൽ ചക്കുങ്കൽ, ഈ ഓണത്തിന് നിങ്ങളുടെ ഷോറൂമുകളിലെ കച്ചവടം കുറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷത്തെ കച്ചവടം എങ്ങനെയുണ്ട്? ഷോറൂമില് കേരളത്തിലെ പ്രത്യേകിച്ച് ഏറ്റവും വലിയ റീറ്റെയിൽ രംഗം എന്ന് പറയുന്നത് കേരളമാണ്, ഇന്ത്യയിലെ തന്നെ. പക്ഷെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ഓരോ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴും കേരളത്തിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ബിസിനസ് കുറഞ്ഞാണ് വരുന്നത്. അതിന് ഓൺലൈൻ രീതിയിൽ നമ്മൾ സാധാരണ ആളുകൾ എന്നുള്ള കൺസെപ്റ്റിനേക്കാളും അത് വലിയ കോർപ്പറേറ്റ് കമ്പനികളിലോട്ടാണ് ഓൺലൈൻ ചെയ്യുന്നത് അധികവും പോകുന്നത്. വലിയ ഒരു ബിസിനസിന്റെ കുറവുകൾ ഓൺലൈൻ സെക്ടറിൽ ഉണ്ടായത് കൊണ്ട് റീറ്റെയിൽ രംഗത്ത് വളരെ കുറഞ്ഞിട്ടുണ്ട് ബിസിനസ്. നല്ല ഒരു പെർസെൻറ്റേജ് കുറഞ്ഞു. കച്ചവട സ്ഥാപനങ്ങൾ നിന്നു പോകുന്ന സ്ഥിതി വരെയുണ്ട്. പക്ഷേ ഇത് ഓൺലൈൻ
ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ലല്ലോ നിലവിലുള്ളത്. അത് വർദ്ധിച്ചു വരികയല്ലേ ചെയ്യുന്നത്? 100% ശരിയാണ്. പക്ഷേ ഈ ചെറുകിട രംഗത്ത് പരമ്പരാഗതമായിട്ടുള്ള ബിസിനസ്സുകാരുണ്ട്. അങ്ങനെയുള്ള പല ആളുകളും ലാപ്ടോപ്പും ഫോണും മൊബൈൽ ഫോണും എല്ലാം ഉപയോഗിക്കുന്ന ആളുകളും ഓൺലൈൻ രംഗത്തോട്ട് ഈ ബിസിനസ് അങ്ങോട്ട് കടന്നു വരാനുള്ള ഒരു മടിയാണോ ഒരു അറിവ് കുറവാണോ എത്തിപ്പെട്ടിട്ടില്ല. പക്ഷെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒഴിവാക്കി ഇനി ഒരു ബിസിനസ് എളുപ്പമല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഞങ്ങളെങ്കിലും. പക്ഷെ പ്രായോഗികമായിട്ട് വലിയ കോർപ്പറേറ്റ് തലങ്ങളിലോട്ടാണ് ആ ബിസിനസ്സുകൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആമസോൺ പരമ്പരാഗത ബിസിനസ്സുകൾക്ക് ഓൺലൈനിലേക്ക് മാറുക അസാധ്യമാണോ? അസാധ്യമല്ല. പക്ഷെ ജനങ്ങള് സെർച്ച് ചെയ്യുമ്പോൾ അത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലോട്ടും, ഇപ്പൊ ഇവിടെ ഷീമാർട്ടി തന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബ്രാൻഡഡ് സ്ഥാപനം തന്നെ ഓൺലൈനിൽ തുടങ്ങിയാൽ ഫ്ലിപ്കാർട്ടും ആമസോണിലും ഉള്ള ആ ഒരു സെർച്ച് നമ്മുടെ ആളുകളിലോട്ട് കിട്ടുന്നില്ല. ആളുകൾ ഓട്ടോമാറ്റിക്കലി സെർച്ച് ചെയ്യണത് ഒരു കസ്റ്റമർ നേരെ സെർച്ച് ചെയ്യണത് 2-3 ഓൺലൈൻ ആപ്പുകളിലാണ്. അപ്പൊ ബാക്കിയുള്ള എൻ്റെ ഒരു സ്വന്തം സ്ഥാപനമുണ്ട്, കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ബൊട്ടീക്ക് ഉണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് കോർപ്പറേറ്റ് കമ്പനികളിലെ ഓൺലൈൻ രംഗത്തോട്ടാണ് പോകുന്നത്. ഓണത്തിനോടനുബന്ധിച്ച് ഓൺലൈൻ കച്ചവടം വ്യാപകമായിട്ടുണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് നിലവിലൊരു ഭീഷണിയായി മാറിയിട്ടുണ്ടോ? 100%. കേരളത്തിലെ ഈ ചെറുകിട രംഗത്ത് അല്ലെങ്കിൽ റീറ്റെയിൽ രംഗത്ത് സീസണൽ ബിസിനസ്സാണ്. സ്കൂൾ തുറക്കുന്ന സീസൺ, ഓണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു സമയം ഓണം സീസണാണ്. ഓണം, പെരുന്നാൾ, ക്രിസ്മസ് അങ്ങനെ 2-3 സീസണാണ് കച്ചവടക്കാർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ബാക്കിയുള്ള സമയത്ത് കച്ചവടക്കുറവുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ സീസണിലാണ്. ഓണത്തിൽ നല്ല ആ ഒരു ബിസിനസ്സിലെ കുറവ് വന്നു. ഓണത്തോടനുബന്ധിച്ച് ഏതൊക്കെ മേഖലകളിലാണ് കച്ചവടം കുറഞ്ഞിരിക്കുന്നത്? ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് വരുന്നത് ഓണത്തിന് മുണ്ട് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ രംഗത്താണ് അധികം വരിക. ടെക്സ്റ്റൈൽ രംഗത്ത് വരുമ്പോൾ അവിടെയുള്ള ബിസിനസ് ഉണ്ട്. അവിടെ ഓൺലൈനിൽ അത് കുറയുമ്പോൾ ടെക്സ്റ്റൈലിനോടനുബന്ധിച്ച് ലേഡീസ് എല്ലാം ഉൾപ്പെടുന്ന ലേഡീസ് സെന്ററുകൾ, ഓർണമെന്റ്സ്, മാച്ചിങ് ഓർണമെന്റ്സ്, അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് സ്റ്റേഷനറി ഐറ്റംസിലെല്ലാം ബിസിനസ് കണക്റ്റഡ് ആണ്. ഇത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ റീറ്റെയിൽ രംഗത്തുള്ള കുറവ് വരുമ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിന് മുമ്പിലുള്ള ചുമട്ടുതൊഴിലാളി മുതൽ ഓട്ടോറിക്ഷക്കാർക്ക് വരെ ബിസിനസ്സിൽ വ്യത്യാസം വരും. അവരുടെ തൊഴിലിനെ വരെ ബാധിക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഗോപകുമാർ TP, ഡിജിറ്റൽ ഓണം വിപണിയിൽ നിങ്ങൾ തിരിച്ചറിയുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്? ഈ ആൾക്കാർക്കൊക്കെ സാറിപ്പം സൂചിപ്പിച്ചതുപോലെ മോസ്റ്റ്ലി പല ആൾക്കാർക്കും ഇത് എങ്ങനെ ചെയ്യണം എന്ന് അറിയാത്തത് കൊണ്ടാണ് സ്റ്റക്ക് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കാരണം റീസെന്റ് ഞാൻ ഒരു പ്രൊഡക്റ്റ്, ഇപ്പം സാർ പറഞ്ഞ ഒരു ഓർണമെന്റ്സിന്റെ കേസ് തന്നെ ബ്രോഡ്വേന്ന് വാങ്ങിയിട്ട് ലൈക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും 400-ലധികം പീസസ് വിൽക്കുന്ന, അതായത് ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 400-ലധികം പീസസ് ഒരു പ്രൊഡക്റ്റ് മാത്രം വിറ്റ സംരംഭം എനിക്ക് പേഴ്സണലി അറിയാം. അപ്പം അവരുടെ ആ ഒരു നോളജിനെ അവർ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവർ വളരെ ക്വിക്കായിട്ട് ലിവറേജ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥിതി വരാനുണ്ട് എന്ന് കാണുമ്പോൾ നമ്മൾ ആക്ച്വലി എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ അവിടെ നമ്മൾ കുറച്ചും കൂടെ അവയർനെസ്സും കുറച്ചും കൂടെ ഡീപ്പായിട്ട് എങ്ങനെ ഇത്തരത്തിൽ വിപണിയിലേക്ക് നമുക്ക് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ വ്യാപാരികളിലേക്ക് നമ്മൾ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അടുത്ത സെഷൻ ആകുമ്പോഴേക്കെങ്കിലും കുറച്ചും കൂടെ ഇതിന് മാറ്റം വരും. കാരണം ഇനി വിറ്റുവേ ആ ഒരു രീതിയിൽ തന്നെയാണല്ലോ ഇത് പോകുന്നത്. ശരി, ഡോക്ടർ നിതിൻ തോമസ്, ഓൺലൈൻ ഓണം കേരളത്തിൻ്റെ പരമ്പരാഗത ഓണ വിപണിയിൽ ഏൽപ്പിക്കുന്ന ആഘാതം എന്താണ്? ഓൺലൈൻ ഓണം അല്ലെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് കൂടുതലായി ആളുകൾ മാറുന്നത് പരമ്പരാഗതമായി ഏറ്റവും അധികം ആളുകളെ കൃഷി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജോലി കൊടുക്കുന്ന ഒരു വിഭാഗമാണ് റീറ്റെയിൽ മേഖല എന്ന് പറയുന്നത്. ഇൻഫോർമൽ സെക്ടറിലെ ഏറ്റവും വലിയൊരു തൊഴിൽ മേഖലയാണത്. അപ്പൊ അതിനെ കാര്യമായ ഒരു ആഘാതം, അതായത് അത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റമായാണ് എക്കോണമിസ്റ്റുകൾ ഇതിനെ കാണുന്നത്. അതായത് ഇപ്പോൾ പഴയ പോലെ പണ്ട് നമുക്ക് ആകെ വാങ്ങാനായിട്ട് ഓഫ്ലൈൻ ഷോപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്ന കാലത്ത് എല്ലാവരും കടകളിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇന്ന് കടകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ അത്രയധികം ലാഭം കൺസ്യൂമറിന് ലഭിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹം അവർ കടയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ചെറുപ്പക്കാരുടെ എണ്ണം ജനസംഖ്യയിൽ വർദ്ധിച്ചത് ഷോപ്പിംഗ് ഹാബിറ്റുകളെ വലിയ രീതിയിൽ മാറ്റിമറിച്ചിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ എപ്പോഴാണ് ലൈവ് ആകുന്നതെന്ന് നോക്കിയാൽ അവര് വൈകുന്നേരങ്ങളിലും രാത്രികളിലും ഒക്കെയാണ് അവര് ലൈവ് ആകുന്നത്.
അത്തരം സമയങ്ങളിൽ നമ്മുടെ പരമ്പരാഗത കച്ചവടങ്ങളൊക്കെ ഇല്ല. നൈറ്റ് കച്ചവടങ്ങൾ നമ്മുടെ നാട്ടിൽ അത്ര വ്യാപകമല്ല. അപ്പൊ അത്തരം സമയങ്ങളിൽ അവര് ലൈവ് ആവുന്ന സമയത്ത് അവർക്ക് ഒരു ഇമ്പൾസീവ് ആണല്ലോ. ഇപ്പൊ നമുക്കറിയാം 30 സെക്കൻഡ് റീലിന്റെ കാലത്താണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. അവരുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അപ്പൊ ഇമ്പൾസീവ് ബൈങ്ങിനൊക്കെ ഒരു സാധനം കാണുമ്പോൾ അത് സ്വന്തമാക്കണം തോന്നുന്ന ആ ഒരു സമയം, ആ സമയത്ത് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ഓപ്ഷൻ ആണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ. പിന്നെ നമുക്കറിയാം പാർക്കിംഗ് സൗകര്യങ്ങൾ, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പല കടകളിലും പാർക്കിംഗ് സൗകര്യങ്ങൾ, പിന്നെ ട്രാഫിക് ജാമുകൾ, സിറ്റിയിലേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഒരു കുടുംബത്തെ അങ്ങോട്ട് കടകളിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സ് ഒരു കടുപ്പമാക്കി മാറ്റുകയാണ്. എന്നാൽ മറുവശത്ത് ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ കിട്ടുന്നു. അത് മാത്രമല്ല കുറെ കൂടി കസ്റ്റമൈസ്ഡ് ആണ്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഓൺലൈൻ കച്ചവടക്കാര് ആളുകളെ അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ പല ഓഫറുകൾ കൊടുക്കുന്നു. മാത്രമല്ല റിട്ടേൺ ചെയ്യാനുള്ള, ട്രയൽ ആൻഡ് റിട്ടേൺ ചെയ്യാനുള്ള ഓഫറുകൾ, അങ്ങനെയുള്ള പലതരം ഓപ്ഷനുകൾ അവൈലബിൾ ആയതുകൊണ്ട് ഇത്തരം ആളുകൾക്ക് കൂടുതൽ സൗകര്യം ഓൺലൈനിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ അജ്മൽ പങ്കുവച്ച ആശങ്ക വളരെ യാഥാർത്ഥ്യമാണ്. കാരണം എങ്ങനെയാണ് ചെറുകിട വിപണിയിലുള്ള ആളുകളെ എങ്ങനെ നമ്മൾ രക്ഷിക്കും, അല്ലെങ്കിൽ അവരെ എങ്ങനെ നമുക്ക് സസ്റ്റൈനബിൾ ആക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കാതലായ ഒരു ചോദ്യം തന്നെയാണ്. അജ്മൽ പറഞ്ഞത് അത് അസാധ്യമല്ല, പക്ഷെ പ്രായോഗികമായി ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ്. പ്രായോഗിക ചില സജഷനുകളാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അതായത് ഇന്ന് ഓഫ്ലൈൻ മാത്രമായ ഒരു കച്ചവട രീതി എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പിന്നീട് ഈ ആളുകൾക്ക് സ്റ്റോറുകളിൽ വരാനായിട്ടുള്ള ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഒരു രീതിയിൽ സ്റ്റോറുകൾ മാറേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പൊ സുഡിയോ, വെസ്റ്റ് സൈഡ് ഒക്കെ പോലെയുള്ള വലിയ കോർപ്പറേറ്റ് ബ്രാൻഡുകളുടെ ഷോപ്പിംഗ് സെന്ററുകൾ നോക്കിയാൽ അറിയാം, നല്ല ലൈറ്റിംഗ്, ഇസ്തറ്റിക് ലൈറ്റിംഗ് ഇട്ട് ഏത് ആംഗിളിൽ ഫോട്ടോ എടുത്താലും അതെല്ലാം വളരെ നല്ല ഗുഡ് ലുക്കിംഗ് ഫോട്ടോസ് ആണ് കുട്ടികൾക്ക്. ഈ പറയുന്ന ആളുകൾ എല്ലാവരും സോഷ്യൽ മീഡിയ യുഗത്തിൽ ജീവിക്കുന്നവരാണ്. അവര് മിനിറ്റിന് അവരുടെ സ്റ്റേറ്റസും സ്റ്റോറികളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പൊ അവർക്കൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാമബിൾ എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങളെ ഒന്ന് റീഡിസൈൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ആളുകൾക്ക് വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ അത്തരം ഏച്ചുകെട്ടലുകൾ അവരെ ഇഷ്ടപ്പെടുന്നില്ല. വളരെ റിയൽ ആയിട്ടുള്ള സംസാരങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ടും നിങ്ങളുടെ കടയ്ക്ക് ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ തുടങ്ങുകയും നിങ്ങളുടെ കടയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആളുകളായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തെടുത്താൽ നിങ്ങളുടെ മാർക്കറ്റ് വളരെ വലുതാവുകയാണ്. ഇപ്പോൾ എറണാകുളത്ത് എടപ്പള്ളിയിലെ ഒരു കടയാണ് നിങ്ങൾക്കെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് എടപ്പള്ളി അല്ലെങ്കിൽ എറണാകുളം ജില്ലയാണ്. എന്നാൽ ഓൺലൈൻ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ പ്രസൻസും കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് എടപ്പള്ളി മാത്രമല്ല, എറണാകുളവും കേരളവും മാത്രമല്ല, UK-യും കാനഡയും പോലുള്ള സ്ഥലങ്ങളിലേക്ക് വരെ എത്തും. അദ്ദേഹം നമ്മുടെ ഗോപകുമാർ അതിനെ കുറിച്ച് സംസാരിച്ചു, നോർത്ത് ഇന്ത്യയിലൊക്കെ. കാരണം മലയാളി ഉള്ളിടത്ത് എല്ലായിടത്തും ഓണമുണ്ട്. ഇന്ന് ഓണക്കാലത്ത് പണ്ട് നമ്മുടെ നൊസ്റ്റാൾജിയൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോ ഹിറ്റായിട്ടുള്ള പാട്ട് എന്ന് പറയുന്ന ഓണം മൂഡ്, ഏത് മൂഡ് എന്നുള്ള പാട്ടാണ്. അതായത് ഓണം ഒരു വളരെ വലിയ ആഘോഷമായിട്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. ഒരുപാട് ഓണാഘോഷങ്ങൾ സ്കൂളിലും കോളേജുകളിലും ഓഫീസുകളിലും അങ്ങനെ നീരയായ ഓണാഘോഷങ്ങൾ അത് കേരളത്തിൽ മാത്രമല്ല മലയാളികളുള്ള എല്ലായിടത്തും. അപ്പൊ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ ഓഡിയൻസിന്റെ റീച്ച് മാറ്റണമെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഓൺലൈനിലേക്കും കൂടി നമ്മുടെ സാന്നിധ്യം മാറ്റേണ്ടതുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഈ ഓൺലൈൻ ഷോപ്പിങ്ങുകൾ വ്യാപകമായതോടെ മലയാളികളുടെ ഒരു സ്പെൻഡിങ് കപ്പാസിറ്റിയിൽ വ്യത്യാസം വന്നിട്ടില്ലേ? അവരുടെ ഒരു പാറ്റേൺ മാറിയിട്ടില്ലേ? തീർച്ചയായും ഓൺലൈൻ ഷോപ്പിംഗ് വന്നതോടുകൂടി മാത്രമല്ല, ഓൺലൈൻ ഷോപ്പിംഗ് അതുപോലെ UPI പേയ്മെന്റ്സ് തുടങ്ങിയ ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് മാറിയതോടുകൂടി മലയാളി നല്ല മനുഷ്യർക്ക് പണ്ടുണ്ടായിരുന്ന കാശ് എണ്ണി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇനർഷ്യയുണ്ട്, അത് മാറിയിട്ടുണ്ട്. ആളുകൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പഠനങ്ങളൊക്കെ ജേർണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ കൂടുതൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ടില് ആളുകൾ പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന്റെ ലിവറേജ് എടുക്കാനായിട്ട് നമ്മുടെ ട്രഡീഷണൽ, അതിനെ
വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്കൊക്കെ അതിന് വലിയ ഇടപെടലുകൾ നടത്താനായിട്ട് പറ്റും. കാരണം നിങ്ങൾ അത്തരത്തിലുള്ള ഒരു ചുവട് മാറ്റത്തിന് എല്ലാവരെയും പ്രാപ്തരാക്കണം, അത്തരം ട്രെയിനിങ്ങുകൾ കൊടുക്കണം. എല്ലാവരും നിർബന്ധമായിട്ടും ഇത്തരം പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറേണ്ടതിന്റെ ആവശ്യകത അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ആ രീതിയിലേക്ക് കൂടി പോകുമ്പോഴാണ് നമ്മുടെ കച്ചവടം കുറെ കൂടി വൈഡർ ഓഡിയൻസിലേക്ക് പോകാൻ. നിങ്ങൾ ഒരിക്കലും അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഈ അടുത്ത കാലത്ത് വിവാദമായ ഒരു നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ മക്കൾ നടത്തുന്ന ഒരു ഫാമിലിയിൽ നിന്ന് കളവ് പോയ ഒരു സംഭവം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ആ കളവ് പോയത് 69 ലക്ഷം രൂപയാണ്. അതിനുശേഷമാണ് അവർ അറിഞ്ഞത് അങ്ങനെ അതിനൊരു കളവ് നടന്നു എന്നുള്ളത്. വലിയ ടേൺ ഓവറാണ് ഇത്തരം ഓൺലൈൻ ആളുകൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ അത്തരം കാര്യങ്ങളിൽ പിറകിൽ പോയാൽ ഒരു വലിയ വിപണി നമുക്ക് മിസ്സായി പോകും. ശരിയാണ്. ശ്രീ അജ്മൽ ചക്കുങ്കൽ, ഓൺലൈനിനെ താങ്കൾ എതിർക്കുമ്പോൾ പോലും ഈ മലയാളി പ്രവാസികൾക്കും അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത ആളുകൾക്കും കൂടുതൽ ഇത് പ്രാപ്യമാണ്. ഡിജിറ്റൽ ഇടം ഓണത്തെ ഒരർത്ഥത്തിൽ ജനാധിപത്യവൽക്കരിക്കുകയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അതില് നിതിൻ സാർ ഇപ്പൊ പറഞ്ഞൊരു പോയിന്റ് അതിലൊരു രണ്ട് രീതിയിൽ നമുക്ക് പറയാം. നിതിൻ സാർ പറഞ്ഞു UPI ഇടപാട് GPay ഒക്കെ വന്നു, ഓൺലൈൻ വന്നപ്പോൾ ആളുകളുടെ നമ്മളുടെ ഒരു പർച്ചേസിങ് എമൗണ്ട് നമ്മൾ വോളിയം കൂടിപ്പോയി. കാരണം സാറ് പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. നമ്മൾ പോക്കറ്റിൽ നിന്ന് പേഴ്സിൽ 100-ന്റെ ഒരു 10 നോട്ട് എടുത്തിട്ട് അത് തീരുമ്പോൾ നമുക്കൊരു ഫീല് വരും, എൻ്റെ ക്യാഷ് അവിടെ തീരുവാണെന്ന് പറയുമ്പോൾ നമ്മൾ മെന്റലി നമുക്ക് പിന്നെ ഉള്ള നോട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു പ്രിക്കോഷൻ അല്ലെങ്കിൽ നമുക്കൊരു പേടി ഉണ്ടാവും. പക്ഷെ ഓൺലൈൻ പേയ്മെന്റ്സിലൂടെ ഇടപാട് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ആ ബാങ്കിൽ കിടക്കുന്ന ബാലൻസോ ഒന്നും അറിയില്ല. നമ്മൾ 100 രൂപയ്ക്ക് ഒരു ഗൂഗിൾ പേ ഇടും, 1000 രൂപയ്ക്ക് ഇടും. നമ്മളിങ്ങനെ ഇപ്പൊ സാറ് പറഞ്ഞ കറക്റ്റ് പോയിന്റാണ്. പക്ഷെ അത് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, എൻ്റെ സമ്പാദ്യം ഒരു വലിയ കുറവ് നമ്മൾ പർച്ചേസ് ചെയ്ത് ഓൺലൈൻ ഓഫർ കാണുമ്പോൾ എനിക്കൊന്നും ആവശ്യമില്ല, ഇന്ന് 50% ഓഫർ കാണുകയാണ് ചിലപ്പോൾ, അല്ലെങ്കിൽ 70% ഓഫർ കാണുമ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ അത് ആവശ്യമില്ലെങ്കിലും നമ്മളത് മേടിക്കും. അങ്ങനെ മേടിക്കുമ്പോൾ എൻ്റെ സേവിങ്സിൽ നിന്ന് അത് ഇറങ്ങിപ്പോവാണ്. അപ്പൊ പ്ലസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഫിനാൻഷ്യലി സാറ് പറഞ്ഞ കറക്റ്റാണ്. പക്ഷെ അത് ഈ ഒരു സെൻസിലും കൂടി എടുക്കുമ്പോൾ അത് നമ്മുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂട്ടുമ്പോൾ സേവിങ്സ് കുറയുന്നു എന്നൊരു ബുദ്ധിമുട്ടായിരുന്നു. ഈ പരമ്പരാഗത വ്യവസായങ്ങൾ ആധുനിക കാലത്തിനനുസരിച്ച് മാറാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? മാറി വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഡിജിറ്റൽ പേയ്മെന്റ്സുകൾ ഇപ്പോൾ കേരളത്തിലെ ഒരു കൂൾ ബാർ എടുത്താൽ വരെ ഗൂഗിൾ പേയും എല്ലാം ആയി കഴിഞ്ഞു. ഒരു ആപ്പോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ബിസിനസ്സുകളോ ചെയ്യുന്ന റിറ്റെയിൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഫിലിം ഫീൽഡിലുള്ള ആളുകൾ, അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അത് പ്രൊമോട്ട് ചെയ്യാനും അവർക്കൊരു വൈഡ് നെറ്റ്വർക്കിംഗ് ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ളവർക്ക് അവരുടെ സൈറ്റും അവരുടെ ആപ്പുകളും റീച്ച് ചെയ്യാൻ സാധിക്കും. ലോക്കലി ഉള്ള ഒരു സാധാരണക്കാരൻ അവന്റെ കട ഓൺലൈൻ വാട്സാപ്പ് വഴിയോ അവന്റെ പ്രൊമോഷനുകൾ കൊടുക്കുമ്പോൾ അതിനുള്ള റീച്ച് കുറയും. ഒരു സാധാരണക്കാരന്റെ ഓൺലൈൻ സ്ഥാപനത്തിന് അവന്റെ റീറ്റെയിൽ രംഗത്ത് ഇരിക്കുന്നവർ തന്നെ ഓൺലൈൻ ചെയ്യുന്നുണ്ട്. ബൊട്ടീക്കുകൾ, ലേഡീസ് ഐറ്റംസ്, ഒരുപാട് പേര് ഓൺലൈൻ ചെയ്യുന്നു. പക്ഷെ വലിയ കോർപ്പറേറ്റുകളായിട്ട് ചെയ്യുമ്പോൾ അവർ കൊടുക്കുന്ന ഓഫറുകളും അവർ കൊടുക്കുന്ന രീതിയിലുള്ള ഫെസിലിറ്റികളും സാധാരണ ഒരു കടക്കാരന് ഇപ്പോൾ എളുപ്പമല്ല. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും റീറ്റെയിൽ രംഗത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭവും ഏറ്റവും കൂടുതൽ റവന്യൂ ഇൻകത്തിന്റെ 50% എടുത്ത് കൊടുക്കുന്ന ഒരു സെക്ടറാണ് റീറ്റെയിൽ രംഗം. അവർക്ക് വേണ്ട ആ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ബാക്കിയെല്ലാ വലിയ കമ്പനികൾക്ക് കൊടുക്കുന്ന ഒരു പാക്കേജുകൾ റീറ്റെയിൽ രംഗത്ത് ഗവൺമെന്റ് കുറച്ചുകൂടി ശ്രദ്ധ വന്നാൽ ആ ആളുകളെ ആ ഒരു രീതിയിലോട്ട് മാറ്റാൻ പറ്റും. നമ്മൾ അങ്ങനെ പ്രൊമോഷനുകളോ ഈ ഡിജിറ്റൽ ആകുന്നതിന് ഡിജിറ്റൽ മണി നമ്മൾ പ്രൊമോഷൻ നടത്തി എത്തി. പക്ഷെ ഡിജിറ്റൽ ബിസിനസ്സിലോട്ട് കേരളത്തിൽ ഞങ്ങളുടെ അംഗങ്ങൾ തന്നെ 10,50,000 അംഗങ്ങളുണ്ട്. അതിൽ ഓൺലൈൻ ചിലപ്പോൾ ഉപയോഗിക്കുന്നവർ 1-2 ലക്ഷം ആളുകളെ ഉള്ളൂ. ബാക്കിയുള്ള ആളുകൾ ഇപ്പോഴും ഇതിന് പുറത്താണ്. അപ്പൊ അതിനൊരു വൈഡ് പബ്ലിസിറ്റിയും ഇതിനൊരു വിശ്വാസ്യതയും ആളുകൾക്ക് എത്തുക എന്നൊരു കാര്യം കൂടിയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നല്ല ഒരു സപ്പോർട്ടായിരുന്നു. ഡോക്ടർ നിതിനും ശ്രീ ഗോപകുമാറും മറ്റും ചൂണ്ടിക്കാണിച്ചതുപോലെ ചെറുകിട കച്ചവടക്കാർക്കും ഓൺലൈനിൽ ബിസിനസ് തുടങ്ങാവുന്നതാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് അതിനുള്ള എന്തെങ്കിലും ശ്രമം നടത്തി നോക്കിയിട്ടുണ്ടോ? ഞങ്ങള് പല കമ്പനികളുമായി ടൈപ്പ് ആയിക്കൊണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല ഓൺലൈൻ ആപ്പുകൾ, ഡെലിവറി ആപ്പുകൾ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളുകൾ നമ്മൾ ഏറ്റവും നോമിനൽ റേറ്റ് വെച്ചിട്ട് കൊണ്ട് സംഘടനയുടെ പേരിൽ നമ്മൾ ചെയ്തിട്ട് കൂടി ആളുകൾ അതിലോട്ട് എത്തുന്നില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും ബിസിനസ് കുറവാണ് എന്ന് പറയുമ്പോഴും ചെറുകിട രംഗത്തുള്ള കച്ചവടക്കാർ ഇതിലോട്ടുള്ള റൂട്ടിലോട്ട് അവരങ്ങോട്ട് ഈസി ആയിട്ട് വരുന്നില്ല. ശരി,
ശ്രീ ഗോപകുമാർ TP, അജ്മൽ പറഞ്ഞതുപോലെ മലയാളി അല്ലെങ്കിൽ പരമ്പരാഗത വ്യവസായം ഇതിനെ ഉൾക്കൊള്ളാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണത്? ഓൺലൈനിലായാൽ തന്നെ നമുക്ക് സെയിൽ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള 10 ലക്ഷം സെല്ലേഴ്സിൽ നിന്നും അതിന്റെ 10% ആൾക്കാരാണ് മൊത്തം സെയിൽസിനെ കൺട്രോൾ ചെയ്യുന്നത്. റൈറ്റ്. അപ്പം ഞാൻ ഇപ്പൊ ഒരു ചെറുകിട വ്യവസായിയാണ്, വ്യാപാരിയാണ് വെച്ചിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ഓൺലൈനിൽ കയറി കഴിഞ്ഞാൽ ഓൺലൈനിൽ ഓർഡർ എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഭയങ്കര സ്ട്രഗിളുമാണ്. അപ്പൊ ആദ്യം വേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിനെ വീണ്ടും മാർക്കറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മളിപ്പോ നമ്മളൊരു കട നാട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പല പല ഡിസ്ട്രിബ്യൂഷൻ മേഖലകൾ വഴി നമ്മുടെ കട ഇങ്ങനെ ഉണ്ട് സ്ഥലമുണ്ടെന്ന് അറിയിക്കുന്നത് പോലെ തന്നെ ഇതിനകത്തും നമുക്ക് അറിയിക്കാനുള്ള കുറേ കാര്യങ്ങൾ, അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞ സാധനം വളരെ നല്ല രീതിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഈ പുതിയ ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഒരു വലിയൊരു ഒരു ലൈക്ക് പഠനം വളരെയധികം ആവശ്യമുണ്ട്. അപ്പൊ ഇവർ ഓൾറെഡി ഒരു സെഗ്മെന്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ കുറച്ച് കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇത്തരത്തിലേക്ക് ഫോക്കസ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രയോറിറ്റി ചെയ്യാനോ പറ്റാത്തത് കൊണ്ടാണ് പല ആൾക്കാരും അവിടെ എന്താ പറയണ്ടേ ആ ഒരു ഭാഗം ഇപ്പൊ കറന്റ്ലി ഓക്കെ ഇപ്പൊ വേണ്ട, പിന്നെ ആവാം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് നിൽക്കുന്നത്. ഇവിടെ ശരിക്കും സാർ പറഞ്ഞ പോലെ കുറച്ചും കൂടെ വലിയ ഒരു ബോഡിയുടെ ഇടപെടലും നിരന്തരമായിട്ടുള്ള ഇവർക്ക് മാർക്കറ്റിംഗിലേക്ക് പൈസ നമ്മൾ ഇറക്കിയാൽ മാത്രമേ നമുക്ക് ഓൺലൈനിൽ തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. ഇൻഫ്ലുവൻസേഴ്സിനെ സംബന്ധിച്ചിട്ട് അത് വേണ്ട, കാരണം അവർ ഓൾറെഡി അത്രയും ഫേമസ് ആയതുകൊണ്ട് ലൈക്ക് അവർ തന്നെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ചെറുകിട സംരംഭകരെ സംബന്ധിച്ച് അത്ര ഫേമസ് അല്ല, അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തണം. അപ്പൊ അങ്ങനെയുള്ള തലത്തിലും കൂടെ നമ്മൾ ഓൺലൈനിൽ ആ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് പോസിബിൾ ആണ്, നിങ്ങൾ ട്രൈ ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഒരു 2, 3, 4 തവണ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 1, 2 തവണ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇതിലേക്ക് വരാൻ തയ്യാറാവും. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡോക്ടർ നിതിൻ തോമസ്, ഓണക്കാലത്ത് ഇ-കൊമേഴ്സ് വിൽപ്പനയെക്കുറിച്ചുള്ള ഡാറ്റ നോക്കുമ്പോൾ മലയാളിയുടെ ചെലവ് ശീലങ്ങളിലും മറ്റും വരുന്ന മാറ്റത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അതായത് ഓണക്കാലത്ത് മലയാളിയുടെ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതില് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇപ്പോൾ പൈസ ചെലവാക്കുന്നത് ഭക്ഷണ സാധനങ്ങൾക്കല്ല. ഭക്ഷണ സാധനങ്ങളുടെ പൈസ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. മാത്രമല്ല അത് ഏറെക്കുറെ ഫിക്സ്ഡുമാണ്. എന്നാൽ കൂടുതൽ പൈസ ഇന്ന് ചെലവാക്കപ്പെടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ മേഖലയാണ്. അതിൽ ടെക്സ്റ്റൈൽ മേഖലയിൽ ഓണം കളക്ഷൻസ് എന്ന് പറയുന്ന രീതിയിൽ ഒത്തിരി ഓൺലൈൻ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. പല ബുട്ടീക്കുകളും പല ഇൻഫ്ലുവൻസർമാരും ഇവരുടെയൊക്കെ മാർക്കറ്റിംഗ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ റിലയൻസ് ട്രെൻഡ്സ് പോലെയുള്ള വലിയ വലിയ ആളുകൾ എല്ലാവരും തന്നെ ഇൻഫ്ലുവൻസേഴ്സിനെയാണ് മാർക്കറ്റിംഗ് ഏൽപ്പിക്കുന്നത്. പണ്ടൊക്കെ വലിയ നടന്മാരെ, സെലിബ്രിറ്റികളെ ഏൽപ്പിച്ചിരുന്നത് മാറി ഇപ്പോൾ വളരെ ടാർഗറ്റഡ് ആയിട്ട്. അപ്പൊ ആ ഇൻഫ്ലുവൻസറിന്റെ കീഴിൽ ഒരു കുറച്ചധികം ആൾക്കാരുണ്ടാവും. അപ്പൊ അയാളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അവരെത്തുകയാണ്. അങ്ങനെ വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് ഇത്തരം ട്രെൻഡ്സ് അല്ലെങ്കിൽ ഇത്തരം ടെക്സ്റ്റൈൽ മേഖലയിൽ കാണാൻ പറ്റുന്നത്. ഓണം കളക്ഷൻസിന്റെ ഒത്തിരി റീലുകൾ, എല്ലാ സോഷ്യൽ മീഡിയ ഇപ്പോൾ തുറന്നാൽ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഓണം ഷൂട്ടാണ് അല്ലെങ്കിൽ ഓണം ബേസ്ഡ് റീലുകളാണ് ഇടുന്നത്. ഇത് തന്നെയാണ് കാരണം ഈ അപ്പാരൽസിലാണ്, ടെക്സ്റ്റൈലിലാണ് നമുക്കധികം സ്പെൻഡിങ്ങിന് പോസിബിലിറ്റി ഉള്ള ഓണത്തിന്. പിന്നെ ഈ പറയുന്ന പോലെ മലയാളിയുടെ മറ്റൊരു വലിയ പർച്ചേസ് എന്ന് പറയുന്നത് അപ്ലയൻസുകളാണ്, ഹോം അപ്ലയൻസുകൾ, TV, ഫ്രിഡ്ജ് പോലെയുള്ള സാധനങ്ങളൊക്കെ. അത് ഇപ്പോഴും ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് കൂടുതലധികം കച്ചവടം നടക്കുന്നത്. ഓൺലൈനിൽ അതിന്റെ സെയിൽസിന്റെ പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ അത് കുറവാണ്. പക്ഷെ അപ്പാരൽസിൽ വലിയൊരു കുതിച്ചുചാട്ടം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതില് നേരത്തെ ഗോപകുമാർ പറഞ്ഞ പോലെ ഓൺലൈനിലേക്ക് ഇറങ്ങിയാൽ അപ്പോൾ തന്നെ കച്ചവടം ലഭിക്കുമെന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്. ഓൺലൈനിലെ കച്ചവടം ഉറപ്പിക്കുന്നതിന് കുറച്ചധികം സമയമെടുക്കും. കാരണം ഇന്നത്തെ തലമുറ ഒരാളെ എളുപ്പം വിശ്വസിക്കുന്ന ഒരു രീതിയിലല്ല അവരുള്ളത്. അവർ വളരെ സമയമെടുത്താണ് ഒരു അഭിപ്രായം ഉണ്ടാക്കുന്നത്, അതുപോലെ ഒരു ബ്രാൻഡിനെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ പ്രസൻസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഓണക്കാലത്ത് മാത്രം നമ്മൾ ഓൺലൈനിലേക്ക് നമ്മുടെ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്താൽ കച്ചവടം നടക്കണമെന്നില്ല. എന്നാൽ നമ്മൾ ഒരു കണ്ടിന്യൂസ് പ്രസൻസ് നമ്മുടെ സ്ഥാപനവും ഓൺലൈൻ ആളുകളുമായി ചെയ്തുകൊണ്ടിരുന്നാൽ
ഓണക്കാലം എത്തുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മെച്ചം, അല്ലെങ്കിൽ ഓരോരോ ഫെസ്റ്റിവൽ സീസൺ എത്തുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മെച്ചം ഉണ്ടാവും. അങ്ങനെയാണ്. അല്ലാതെ പെട്ടെന്ന് ഒരിക്കൽ നമുക്കൊരു ഓൺലൈൻ ബ്രാഞ്ച് ഉണ്ട് അല്ലെങ്കിൽ ഓൺലൈൻ ശാഖയുണ്ട് എന്ന് വെച്ചാൽ അതിൽ കൂടെ കച്ചവടം വരണം ഒരു നിർബന്ധമില്ല. ഈ രീതിയിലാണ് കാര്യങ്ങൾ മാറുന്നത്. ശരി, വ്യക്തമാണ്. ശ്രീ അജ്മൽ ചക്കുങ്കൽ, ഈ ഓൺലൈൻ ഓണം എന്നുള്ളത് ഒരു താൽക്കാലിക മാറ്റമാണോ, അതോ ഓണത്തിൻ്റെ ഒരു സാമ്പത്തിക സാമൂഹിക ഘടനയുടെ സ്ഥിരമായൊരു പരിണാമമാണോ? അല്ല, ഒരു സ്ഥിരമായ ഒരു ഇതെന്ന് പറയാൻ പറ്റൂല. കാരണം ഈ ഓണം പഴയ കാലത്തും ഇപ്പോഴും നമ്മൾ ഒരു കുടുംബമായിട്ട് ഒന്നിച്ചു പോയി ഒരു പർച്ചേസിങ്, ഒരു ഫാമിലി ആയിട്ടൊരു ഗെറ്റ് ടുഗദർ, നമ്മൾ അച്ഛനും മക്കളും അല്ലെങ്കിൽ കൂട്ടുകുടുംബം അങ്ങനെയൊക്കെ ഇരുന്ന കാലഘട്ടത്തിൽ ആ ഒരു സീസണൽ കിട്ടുന്ന ഒരു അവർ തമ്മിലുള്ള ബന്ധങ്ങൾ അങ്ങനെ കുറെ കണക്റ്റഡ് ആണ് ഈ റീറ്റെയിൽ രംഗത്ത് വരുന്ന ഷോപ്പിങ്ങിനുമായി ബന്ധപ്പെട്ടിട്ട്. ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സോഷ്യലി അതൊരു ഒറ്റക്കുള്ള സംവിധാനങ്ങളാണ് വരുന്നത്. മറ്റൊരു വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്നു അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചൊരു കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നു. അങ്ങനെ വരുന്ന കുറെ കസ്റ്റമേഴ്സും നമുക്കിവിടെ ഉണ്ട്. ഇപ്പോഴും മേടിക്കുന്ന ഡ്രസ്സൊന്ന് ഇട്ട് നോക്കി അവനവന്റെ ശരീരത്തിന് ചേരുന്നുണ്ട് എന്നൊക്കെ നോക്കുന്ന കുറെ ആളുകൾ ഇപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെയാണ് റീറ്റെയിൽ രംഗം ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഈ ഓൺലൈൻ ഉപയോഗിക്കുന്ന ഒരു തലമുറ ആണ് ഇപ്പോൾ ഡിജിറ്റൽ. പക്ഷെ അതെല്ലാം ഒരുപക്ഷെ കണക്ക് നോക്കിയാൽ അറിയാം, ഷോപ്പിങ്ങിന് ഉണ്ടാകുന്ന ഒരു കുറവ് നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഇപ്പൊ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലോട്ട് ഒത്തിരി ആളുകൾ പഠനത്തിനുമായി പോയി അവിടെ നിന്ന് പോകുന്ന അവസ്ഥയുണ്ട്. ഈ UK, കാനഡ, ഓസ്ട്രേലിയ അങ്ങനെ പോകുന്ന ആളുകൾ ബിസിനസ്സിലൊരു കുറവിന്റെ അതാണ്. അപ്പൊ ഓൺലൈൻ ബിസിനസ്സുകൾ വരുമ്പോൾ ഈ അവിടെയുള്ള ആളുകൾ ഓണം ലോകമെമ്പാടും ആഘോഷിക്കുന്നതാണ്. അപ്പൊ ഓൺലൈൻ രംഗത്ത് അങ്ങനെയുള്ള ബിസിനസ്സുകൾ കേരളത്തിലെ UK-യിലുള്ള ഒരു കുടുംബം ഓൺലൈനിൽ അവിടെ പർച്ചേസ് ചെയ്യും. ആ ബിസിനസ് ഇവിടെ കിട്ടണ ഈ നാട്ടിൽ പോകും. അപ്പൊ അങ്ങനെ കുറെ ബിസിനസ്സുകൾ നമുക്ക് സ്കാറ്റേഡ് ആയി പോകുന്നു. പക്ഷെ ഇതൊരു താൽക്കാലികം എന്ന് പറയാൻ പറ്റില്ല. വരും നാളുകളിലും ഈ പ്ലാറ്റ്ഫോമിലോട്ട് തന്നെ ജനങ്ങൾ പോവുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമൊന്നും. ശരി, ശ്രീ ഗോപകുമാർ TP, ഓൺലൈൻ നൽകുന്ന ഡിസ്കൗണ്ടുകളും ഓഫറുകളും സാധാരണ കടക്കാർക്ക് നൽകാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഓൺലൈനിലേക്ക് ആളുകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. എങ്കിലും ഈ പരമ്പരാഗത ഓൺലൈൻ ബിസിനസ് മേഖലകൾക്ക് സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ലേ? അവിടെ ഒരു ചെറിയൊരു പോയിന്റ് എനിക്ക് ക്ലാരിഫൈ ചെയ്യാനുണ്ട്. കാരണം ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ സെല്ല് ചെയ്യുമ്പോൾ ശരിക്കും പൈസ കുറച്ചും കൂടെ കൂടുതൽ വരാനാണ് സാധ്യത. കാരണം കൊറിയർ ചാർജ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ 76 രൂപ മുതൽ ലൈക്ക് 120-130 റുപ്പീസ് വരെ ഓരോ പ്രൊഡക്റ്റിന്റെ മുകളിലും ഈ കസ്റ്റമർ ആണ് പേ ചെയ്യേണ്ടി വരിക. അപ്പൊ ഒരിക്കലും ഒരു വ്യാപാരി അത് ഫ്രീ ആയിട്ട് കൊടുക്കില്ല. അത് അതിന്റെ കൂടെ കൂട്ടിയിട്ടായിരിക്കും പ്രൈസ് ഇടുന്നുണ്ടാവും, അല്ലെ? അപ്പം പക്ഷെ എന്തിലാണ് അട്രാക്ട് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വൈഡ് വെറൈറ്റി എന്ന് പറഞ്ഞ സംഭവത്തിലും പ്ലസ് കാണുന്ന ഇമേജ്, ആ ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ സാധനം നമ്മൾ രാത്രി മൊബൈൽ ഫോൺ നോക്കുന്ന സമയത്ത് നമുക്കത് അപ്പീലിംഗ് ആയിട്ടും കൺവീനിയന്റ് ആയിട്ടും തോന്നുന്ന സമയത്ത് ടച്ച് ആൻഡ് ഫീലിനെക്കാട്ടും കൂടുതൽ ഒരു ഇഷ്ടം തോന്നുന്ന സമയത്താണ് ഈ ഒരു ഡിസിഷൻ നടക്കുന്നത്. ഇങ്ങനെയാണ് ഓൺലൈൻ സെഗ്മെന്റ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ പ്രൈസിങ്ങിന്റെ കേസിൽ കൊടുക്കാൻ പറ്റില്ല എന്നല്ല, ലൈക്ക് നമ്മുടെ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നമ്മുടെ ഇമേജസും നമ്മുടെ പ്രൊഡക്റ്റുകളും കൃത്യമായിട്ട് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഒന്ന് വാല്യൂ ബേസ്ഡ് ആയിട്ട് മാത്രം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. രണ്ട് പ്രൈസ് ബേസ്ഡ് ആയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രൈസ് ബേസ്ഡ് ആയിട്ടുള്ള പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കൈൻഡ് ഓഫ് സെഗ്മെന്റുകൾ വേറെയാണ്, വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള സെഗ്മെന്റ് വേറെയാണ്. അപ്പോൾ ഈ വ്യാപാരികൾക്ക് അവരുടെ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസിനെ ഏത് ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇതിലേക്ക് ഈസി ആയിട്ട് വരാനും ലൈക്ക് ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞത് ഒഴിവാക്കാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കാണെങ്കിലും ഇപ്പോഴത്തെ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടത് ഒരു എക്സ്പീരിയൻസ് ആണ്. അൾട്ടിമേറ്റ്ലി ആ പ്രൊഡക്റ്റ് കയ്യിൽ എത്തുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും ആ പ്രൊഡക്റ്റ് വെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും മാത്രമാണ് അവർ തിങ്ക് ചെയ്യുക. അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം അത് റിജക്റ്റഡ് ആണ്, അതായത് റിട്ടേൺ അയക്കുമ്പോൾ ഈ ഓൺലൈൻ വ്യാപാരിക്കാണ് നഷ്ടം വരുന്നത്. 100 പ്രൊഡക്റ്റ് അയച്ചു, 100 പ്രൊഡക്റ്റ് അയച്ചതിൽ 50 റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ആ വ്യാപാരിക്ക് ഭയങ്കര നഷ്ടമാണ്. ആ നഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ പോലുള്ള കമ്പനികൾ ചില പ്രത്യേക ദിവസങ്ങളിൽ MRP-യേക്കാൾ 50% വരെ വിലക്കുറവിൽ സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അതിനകത്ത് ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് നമുക്ക് ടോപ്പ് സെല്ലിംഗ് ആയിട്ട് എനിക്കിപ്പം ഞാനൊരു 20 പ്രൊഡക്റ്റുകൾ സെല് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. എനിക്ക് വളരെ ടോപ്പ് സെല്ലിംഗ് ആയിട്ട് പോകുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ കുറച്ച് റേറ്റ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എന്റെ ഒരു ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അതുവഴി
ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എന്റെ ഫർദർ മറ്റ് പ്രൊഡക്റ്റുകൾ ഈ കസ്റ്റമർ കൺസ്യൂം ചെയ്യും. മാർക്കറ്റിംഗ് സ്പെൻഡിങ് ആണത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എന്താ പറയണ്ടേ, കാലാളിനെ കൊടുത്തിട്ട് കുതിരനെ വിട്ടാന്ന് പറയുന്ന പോലുള്ള ഒരു പരിപാടിയാണത്. അങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമാണ് അത് സംഭവിക്കുക. പക്ഷെ അതിന്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആ സെല്ലറിന് ത്രൂ ഔട്ട് ദ ഇയർ കിട്ടും. അപ്പൊ അതാണ് അതിന്റെ സ്ട്രാറ്റജി. അപ്പൊ നമുക്ക് വളരെ ഷോർട്ട് ടേമിലേക്ക് മാത്രമല്ല ഈ കച്ചവടം എന്ന് പറയുന്നത്, ഓൺലൈൻ എന്ന് പറയുന്നത്. ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 24 മണിക്കൂറും നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും കസ്റ്റമർ ഓർഡർ ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ആ ഒരു പെർസെന്റേജ് ചെയ്യാനായി പാടുള്ളൂ. അങ്ങനെയാണ് ഇത് വർക്ക് ആവുക. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ നിതിൻ തോമസ്, മുതിർന്നവരും ലോ ഇൻകം ഗ്രൂപ്പുകളും ഓൺലൈൻ ഷോപ്പിങ്ങിൽ നിന്ന് മാറി നിൽക്കാറുണ്ടെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഈ ഓണം ഷോപ്പിങ്ങിൽ ഒരു ഡിജിറ്റൽ ഡിവൈഡിൻ്റെ സ്വാധീനം പ്രകടമാണോ? അത് തീർച്ചയായിട്ടും. അതായത് മുതിർന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ശീലങ്ങൾ എന്ന ടച്ച് ആൻഡ് ഫീൽ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അവരുടെ ഷോപ്പിംഗ് അനുഭവം രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഷോപ്പിംഗ് ഇപ്പോഴും കൂടുതലായിട്ടും പഴയ രീതികളിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. മുതിർന്നവർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഭാഗം തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ ഒരു ജനസംഖ്യ നോക്കിയാൽ അറിയാം, നമ്മളൊരു ഏജിങ് പോപ്പുലേഷൻ ആണ്. നമ്മുടെ ആവറേജ് വയസ്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആവറേജ് വയസ്സുമായിട്ട് നോക്കുമ്പോൾ കുറച്ചധികം മുന്നോട്ടുള്ള ഒരു സംസ്ഥാനമാണ്. ആ മുതിർന്ന ആളുകൾ വെറുതെയുള്ള ആൾക്കാരല്ല, അവർ വളരെ ഏർണിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അത്തരം ആളുകളുടെ പർച്ചേസ് ഇപ്പോൾ ഓൺലൈനിലോട്ട് പൂർണ്ണമായി വന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അവരിപ്പോഴും പഴയ രീതികളിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാലും എന്തുകൊണ്ടാണ് നേരത്തെ അജ്മൽ പറഞ്ഞ പോലെ കച്ചവടം എന്തുകൊണ്ട് കുറയുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യം. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നഗരങ്ങളിൽ അനുഭവപ്പെടുന്ന ഒരു തിരക്കുണ്ട്. വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളും റോഡിന്റെ അവസ്ഥകളും അതുപോലെ തന്നെ പാർക്കിംഗ്. കോവിഡിന് ശേഷം നമ്മുടെ ഈ കേരളത്തിലെ കാറുകളുടെ അല്ലെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കുതിച്ചുയരുകയാണ് ചെയ്തത്. കാരണം നമുക്കറിയാം, പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ആശ്രയിച്ചിരുന്ന പലരും കോവിഡിന് ശേഷം പ്രൈവറ്റ് വാഹനങ്ങളിലേക്ക് മാറി. അപ്പൊ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരിടം, അത്തരം ഒരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറയുന്നത് ഒരു നൈറ്റ് മെയർ ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ പ്രദേശങ്ങളിലും നമ്മുടെ നഗരങ്ങളിൽ ഉണ്ടാവും. ഇത് കൊച്ചി നഗരങ്ങളിൽ മാത്രമല്ല, ഏത് നഗരത്തിൽ കേരളം മൊത്തം ഒരു ടൗൺഷിപ്പ് ആണെന്നാണ് പറയാ. കേരളത്തിലെ ഏത് നഗരത്തിൽ നോക്കിയാലും ട്രാഫിക് ബ്ലോക്കിൽ പെടാത്ത ഒരു മലയാളി ഇല്ല എന്നുള്ളതാണ്. അത് കച്ചവടത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ മറ്റു കാര്യങ്ങളിൽ വലിയ മാറ്റം മുതിർന്ന ആളുകൾക്ക് വന്നു എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അവരും ഓൺലൈനിലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഫേസ്ബുക്ക് വഴിയുള്ള കച്ചവടത്തിൽ ഒരുപാട് മുതിർന്ന ആൾക്കാരാണ് കൂടുതലും പർച്ചേസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ശരി, ഫേസ്ബുക്ക് യൂസേഴ്സ്. ശരി, നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഞാൻ ഇടപെടുകയാണ്. ഓണം മലയാളിയുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഓണം ഷോപ്പിംഗ് പ്രത്യേകമായ ഒരു അനുഭവം തന്നെയാണ്. എല്ലാവർക്കും സമൃദ്ധമായ ഒരു ഓണം ആശംസിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത അജ്മൽ ചക്കുങ്കൽ, ഗോപകുമാർ TP, ഡോക്ടർ നിതിൻ തോമസ്, നന്ദി. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.